ഹായ് നമസ്കാരം മക്കൾസേ. ഇന്നെന്തൊക്കെ നിങ്ങളുടെ വിശേഷം? ഞാൻ ഫൈസാസ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെടുന്നത് പ്ലീസ് മക്കളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കണം. ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരും കൈപ്പങ്ങയും കൂടി മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. ചക്കക്കുരു ആദ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവാൻ വെക്കുന്ന സമയത്ത് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. ഈ മെഴുക്ക് പുരട്ടി ഈ മലപ്പുറം ഭാഗങ്ങളിൽ ചക്കക്കുരും കൈപ്പങ്ങയും കൂടി മെഴുക്ക് പുരട്ടും കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് വത്തൽമുളക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടാവില്ല, അതിടണം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ചിത്ര എരിവ് മതി, കുട്ടികൾക്ക് അധികം എരിവ് വലിയ ഇഷ്ടമില്ലാത്തതാണ്. എന്നിട്ട് അതിനകത്തേക്ക് കൈപ്പങ്ങ കേട്ടോ, വെള്ളം ഒഴിക്കരുത് കേട്ടോ. കൈപ്പങ്ങേനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണവും മേന്മയും ഒക്കെ നഷ്ടപ്പെടും. ചക്കക്കുരു കൈപ്പങ്ങ നമ്മുടെ ഫൈബർ കണ്ടൻറ്റുള്ള ഭക്ഷണമാണ്. അപ്പോൾ ചക്കക്കുരു ഒക്കെ ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കില്ല. ചക്ക സീസണിൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് ചക്കക്കുരു ഒക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ അങ്ങനെയുള്ള ചക്കക്കുരുവാണ് കേട്ടോ ഇത്. എന്നിട്ടത് ഈ കൈപ്പക ഒന്ന് നന്നായിട്ട് വെന്ത് വേണ്ട. അപ്പോൾ ഉപ്പ് കുറവായപ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ അതിനകത്തേക്ക് ഇട്ടേട്ടാ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കൈപ്പങ്ങ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലേ, ചക്കക്കുരു വേവിച്ച് വെച്ചത് ആ ഇച്ചിരി വെള്ളം ഉണ്ടാവും, അതോടുകൂടെ ചക്കക്കുരുവിലുള്ള വെള്ളം അത് പോഷകമാണ്. അപ്പോൾ അത് കളയരുത്, ഈ ചുമന്ന തൊലിയോടുകൂടി വെക്കണം. ഇപ്പം അടുത്തൊരു ഡോക്ടർ പറഞ്ഞിരുന്നു ചക്കക്കുരു വെക്കുമ്പോൾ ചുമന്ന തൊലിയോടുകൂടി വെക്കണം. അതിനകത്ത് ഒരുപാട് ഗുണമേന്മകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വെക്കാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആ വെള്ളം പോഷകമായിട്ടുള്ള ആ വെള്ളം കളയേണ്ട, അത് ചക്കക്കുരിനകത്തേക്ക് ഒഴിക്കുക. കൈപ്പങ്ങ ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ, പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത്. ഒഴിക്കാതെ മെല്ലെ ഇരുമ്പ് ചട്ടീനകത്ത് ഇട്ടിട്ട് ചെറിയ ഫ്ലെയിമിൽ കൊടുക്കുമ്പോൾ കൈപ്പങ്ങ കറന്നങ്ങനെ വെന്ത് വരും. ഇതുപോലൊരു കൈപ്പങ്ങ മെഴുക്ക് വരട്ടി നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ കഴിക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവരും ചാനൽ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണേ. ഫുൾ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണേ. ഓക്കെ, ബൈ, താങ്ക് യു.